എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഷോൾഡർ സ്ട്രാപ്പ് ഡ്രസ്സാണ്. അതും നമ്മൾ 42 ചെസ്റ്റ് സൈസ് ഉള്ള ആളുടെ അളവിലാണ് ഈ ഒരു ഡ്രസ്സ് ചെയ്യുന്നത്. ഉള്ളിലൊരു ടീഷർട്ട് ഇട്ടതിന് ശേഷം അതിന്റെ മുകളിൽ നമ്മൾ ഇടുന്ന പോലെയാണ് ചെയ്യുന്നത് കേട്ടോ. അതായത് നിങ്ങൾ ഡ്രസ്സ് മാത്രമായിട്ടാണ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം. ഒരു നാരോ സ്ട്രാപ്പ് നമ്മുടെ ഷോൾഡറിന്റെ ഭാഗത്ത് ഉണ്ടാവും എന്നുള്ളതാണ്. അതല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാന്ന് വെച്ചാൽ അതിന്റെ ഉള്ളിൽ നമ്മളൊരു ടീഷർട്ടോ ഷർട്ടോ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ എങ്ങനെയാ ചെയ്യാൻ നോക്കാം. ഇതിന് വേണ്ടി ഞാനിവിടെ 2.5 മീറ്റർ ആണ് ഫാബ്രിക് എടുത്തത്. കാരണം സ്ലീവ് വേണ്ട, അതുകൊണ്ട് 2.5 മീറ്റർ ആണ് ഫാബ്രിക് എടുത്തിരിക്കുന്നത്. കോട്ടന്റെ ഫാബ്രിക് ആണ്. 43 ഇഞ്ചാണ് ഇതിന്റെ വിഡ്ത്ത് എന്ന് പറയുന്നത്. 2.5 മീറ്റർ ഫാബ്രിക്കിനെ ഞാൻ മൊത്തമായിട്ട് എനിക്ക് കട്ട് ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇതേപോലെ ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതായത് 2.5 മീറ്റർ ലെങ്ത്തിന് മൊത്തമായിട്ട് മടക്കിയിട്ടാണ് ഇട്ടിരിക്കുന്നത്. 3 ലെയർ ആയിട്ടാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. യോക്ക് ചെയ്യുന്നുണ്ട്, അതിനുശേഷം സ്കേർട്ട് പോർഷൻ ചെയ്യുന്നുണ്ട്. ഈ സ്കേർട്ട് പോർഷനെ തന്നെ 2 ലെയർ ആയിട്ടാണ് ചെയ്യുന്നത്. താഴെ ഒരു കുഞ്ഞു ലെയർ കൊടുക്കുന്നുണ്ട്. അപ്പൊ ആ ലെയറിന് ഒരു 7 ഇഞ്ചാണ് ലെങ്ത് ആയിട്ട് എടുക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. ആ 7ന്റെ കൂടെ 1.5 ഇഞ്ച് സീം അലവൻസും കൂടി ചേർത്ത് 8.5 ഇഞ്ചിൽ ഇതേപോലെ 2 പീസ് ആക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ്. മൊത്തമായിട്ട് നമ്മുടെ ക്ലോത്ത് എന്ന് പറയുന്നത് 2.5 മീറ്റർ ആണ്. ഈ 2.5 മീറ്റർ ഫ്രണ്ടിലേക്കും 2.5 മീറ്റർ ബാക്കിലേക്കും, അതായത് അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് പ്ലീറ്റ്സ് കിട്ടുന്നുണ്ട് കേട്ടോ. ബാക്കി ബാലൻസ് വന്നിട്ടുള്ള ക്ലോത്ത് നിന്ന് വേണം നമുക്ക് സ്കേർട്ട് പോർഷൻ കട്ട് ചെയ്യാനും യോക്ക് പോർഷൻ കട്ട് ചെയ്യാനും ആ സ്ട്രാപ്പിന് വേണ്ടിയിട്ടൊക്കെ ഉള്ള പീസുകൾ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ അതെങ്ങനെയാന്നുള്ളത് കാണിക്കാം. അതിന് മുന്നേ നമുക്ക് ആദ്യം ഒരു പാറ്റേൺ വരച്ചെടുക്കാം. പാറ്റേൺ വരയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ ഒരു പേപ്പർ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ചാർട്ട് പേപ്പറോ ന്യൂസ് പേപ്പറോ അങ്ങനെ എന്തെങ്കിലും എടുക്കാം. എന്തുകൊണ്ടാണ് എന്തെങ്കിലും ഒരു പേപ്പറിൽ പാറ്റേൺ വരയ്ക്കാൻ പറയണത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, കാരണം മുകളിലേക്ക് ആ സ്ട്രാപ്പിന്റെ പോർഷനൊക്കെ നമ്മൾ എക്സ്ട്രാ ആയിട്ട് വരുന്ന ഭാഗങ്ങളൊക്കെ നമ്മൾ കട്ട് ചെയ്ത് കളയും. നമ്മൾ ക്ലോത്തിൽ ചെയ്യുന്ന സമയത്ത് അതൊക്കെ നമുക്ക് വേസ്റ്റേജ് ആയിട്ട് പോകും. അതുകൊണ്ടാണ് ഇതുപോലെ ഒരു ന്യൂസ് പേപ്പറിലെങ്കിലും ഒന്ന് വരച്ചെടുക്കാൻ പറഞ്ഞത് കേട്ടോ. യോക്കിന് ലെങ്ത് ആയിട്ട് 14.5 ഇഞ്ചാണ് എടുക്കുന്നത്. അതിന്റെ കൂടെ 1 ഇഞ്ച് സീം അലവൻസും കൂടി ചേർത്ത് 15.5 ഇഞ്ചിലാണ് ഇതേപോലെ പേപ്പർ ഇട്ടിരിക്കുന്നത്. ഇനി നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫോൾഡഡ് ആയിട്ടുള്ള ഭാഗത്ത് നിന്ന് ഓപ്പണിംഗ് ആയിട്ടുള്ള ഭാഗത്തേക്ക് എപ്പോഴും ചെയ്യുന്ന പോലെ എത്രയാണോ ഷോൾഡർ എന്ന് വെച്ചാൽ ഷോൾഡർ മാർക്ക് ചെയ്യാം. സ്റ്റാർട്ടിങ്ങിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതൊരു എക്സൽ സൈസ്, അതായത് 42 ചെസ്റ്റ് സൈസ് ഉള്ള ഒരാളുടെ അളവിലാണ് ചെയ്യുന്നതെന്ന്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ആളുടെ അളവാണ് മാർക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത്. 8 ഇഞ്ചാണ് ഷോൾഡർ. 8 ഇഞ്ച് ഷോൾഡർ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഷോൾഡർ മാർക്ക് ചെയ്ത പോയിന്റിന് നേരെ താഴേക്ക് 8 ഇഞ്ചാണ് ആം ഹോൾ. 8 ഇഞ്ച് ആം ഹോളും മാർക്ക് ചെയ്യുന്നുണ്ട്. ഇവിടെ നമുക്ക് ഷോൾഡർ സ്ലോപ്പ് ഒന്നും മാർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം ഷോൾഡറിന്റെ ഭാഗത്ത് സ്ട്രാപ്പ് ആണ് വരുന്നത്. അതുകൊണ്ട് ഷോൾഡർ സ്ലോപ്പ് ഒന്നും മാർക്ക് ചെയ്യേണ്ട. ഇതുപോലെ മാർക്ക് ചെയ്യുക. എന്നിട്ട് നമ്മൾ എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ എൽ ഷേപ്പ് ആക്കിയിട്ട് വരയ്ക്കുക. എത്രയാണോ ചെസ്റ്റ് വിഡ്ത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മാർക്ക് ചെയ്ത് കൊടുക്കുക. അതായത് ചെസ്റ്റിന്റെ 4/1 ഭാഗം വേണം മാർക്ക് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇവിടെ 11 ഇഞ്ചാണ്. 11ന്റെ കൂടെ 2 ഇഞ്ച് സീം അലവൻസ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നെക്കിന് ലെങ്ത് ആയിട്ട് ഒരു 6 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മൾ ഉള്ളില് ടീഷർട്ട് ഇടുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ ടീഷർട്ട് ഇടുന്ന സമയത്ത് കുറച്ച് ടീഷർട്ട് കാണണമല്ലോ, അതുകൊണ്ടാണ് ഒരു 6 ഇഞ്ച് ഇറക്കം മാർക്ക് ചെയ്തത്. നിങ്ങൾക്ക് എത്രയാ ഇറക്കം വേണ്ടതെന്ന് വെച്ചാൽ ആ ഇറക്കം മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് അവിടെ ഇതേപോലെ ഒരു ലൈൻ വരച്ചു കൊടുക്കാം. നെക്കിന് ഇറക്കം മാർക്ക് ചെയ്തിട്ട് നമ്മളൊരു ലൈൻ വരച്ചു. ആ ലൈനിൽ വേണം ഇനി നെക്ക് വിഡ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഞാനൊരു 4.5 ഇഞ്ചാണ് നെക്കിന് വിഡ്ത്തായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഈ 4.5 ഇഞ്ച് നെക്കിന് വിഡ്ത്ത് മാർക്ക് ചെയ്ത പോയിന്റിന്ന് ഒരു 1 ഇഞ്ച് എക്സ്ട്രാ മാർക്ക് ചെയ്യുന്നുണ്ട്. അതെന്തിനാ ഈ 1 ഇഞ്ച് എക്സ്ട്രാ മാർക്ക് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ നമുക്ക് സ്ട്രാപ്പ് വരുന്നുണ്ട്. മുകൾ ഭാഗത്ത് ഷോൾഡറിന്റെ ഭാഗത്തേക്ക് സ്ട്രാപ്പ് വരുന്നുണ്ട്. അപ്പൊ ആ സ്ട്രാപ്പ് അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് അത്യാവശ്യം വിഡ്ത്ത് മാർക്ക് ചെയ്യണം. അപ്പൊ അതുകൊണ്ടാണ് 1 ഇഞ്ച് മാർക്ക് ചെയ്യുന്നത്. നമ്മളൊരു നാരോ സ്ട്രാപ്പ് ആണ് കൊടുക്കുന്നത്, എന്നാലും കുഴപ്പമില്ല, ഒരു 1 ഇഞ്ച് വരെ ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുക കേട്ടോ. എന്നിട്ട് ഈ 1 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുള്ള പോയിന്റിന്ന് നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ബാക്കി നമ്മുടെ ആം ഹോളിന് വേണ്ടിയിട്ട് നമ്മൾ 8 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് അവിടെ ഒരു എൽ ഷേപ്പ് വരച്ച് വെച്ചില്ലേ, ആ ഭാഗം ഇതുമായിട്ട് കണക്ട് ചെയ്യുന്ന രീതിയിൽ വേണം ആം ഹോൾ വരയ്ക്കാൻ വേണ്ടിയിട്ട്. സ്ക്രീനിൽ നിങ്ങൾ കാണുന്ന പോലെ വേണം ആം ഹോൾ വരയ്ക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇതുപോലെ ആം ഹോൾ വരച്ചിട്ട് ആ ആം ഹോളിന്റെ ഷേപ്പ് തീരെ എടുത്ത് കാണിക്കുന്നില്ല, കാരണം അത്യാവശ്യം നല്ല ചെസ്റ്റ് വിഡ്ത്ത് ഉള്ള ആളായതുകൊണ്ടാണ്. ചെസ്റ്റ് വിഡ്ത്ത് കുറവാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഷേപ്പ്, അതായത് ആ ഒരു ആം ഹോളിന്റെ ഷേപ്പ് കറക്റ്റ് ആയിട്ട് കിട്ടിയേനെ. അപ്പൊ അതുകൊണ്ട് ഞാൻ എന്താ ചെയ്യണേന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ആം ഹോളിന് നേരെ താഴേക്ക് ഒരു 1 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഇതേപോലെ ഒന്ന് കുഴിച്ച് വരച്ചു കൊടുക്കുകയാണ്. കാരണം നമ്മളിത് ഓൾറെഡി ടീഷർട്ടിന്റെ മുകളിൽ ഇടുന്ന പോലെയാണ് ഇടുന്നത്, അല്ലാണ്ട് ഒരു ഡ്രസ്സ് ആയിട്ടല്ലല്ലോ ഇടുന്നത്. അപ്പൊ അതുകൊണ്ട് ഇനി ആം ഹോൾ കുറച്ച് താഴേക്ക് ഇറങ്ങിയാലും കുഴപ്പമില്ല. അപ്പൊ അതുകൊണ്ടാണ് ഒരു 1 ഇഞ്ച് താഴേക്ക് ഇറക്കി ഒന്നും കൂടി ചെരിച്ചു വരയ്ക്കുന്നത്. അപ്പോഴാണ് നമുക്ക് അവിടെ ഒരു ഷേപ്പ് വരുന്നത് കേട്ടോ. അപ്പൊ അതാണ് ഞാൻ എടുക്കുന്നത്. നിങ്ങൾക്ക് ഏതാണോ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏത് രീതിയിലാണോ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ രീതിയിൽ നിങ്ങൾക്ക് വരച്ചെടുക്കാവുന്നതാണ്.
ഇനി താഴെ നമുക്ക് ബോട്ടം ഭാഗത്തുള്ള വിഡ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം. 10 ഇഞ്ചാണ്. അതിന്റെ കൂടെയും 2 ഇഞ്ച് സീം അലവൻസ് മാർക്ക് ചെയ്യുന്നുണ്ട്. ഇതുപോലെ യോജിപ്പിച്ച് വരയ്ക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ ബോട്ടം വിഡ്ത്ത് മാർക്ക് ചെയ്ത ഭാഗത്ത് ഒരു 1 ഇഞ്ച് താഴ്ഭാഗം ഒന്ന് ചരിച്ച് മാർക്ക് ചെയ്യണമെങ്കിൽ ചരിച്ച് മാർക്ക് ചെയ്യാം. ഞാൻ ചെയ്തിട്ടില്ല. എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇനി സ്കേർട്ട് പോർഷനിൽ ചരിച്ച് മാർക്ക് ചെയ്യാന്ന് കരുതി, അതുകൊണ്ടാണ് കേട്ടോ. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാവുന്നതാണ്. മാർക്ക് ചെയ്ത അളവ് പ്രകാരം കട്ട് ചെയ്യുക. മുകളിൽ നമ്മൾ 6 ഇഞ്ച് ലെങ്ത്തിൽ ഒരു ലൈൻ വരച്ചിട്ടുണ്ട്. ആ ലൈനിലൂടെ വേണം കട്ട് ചെയ്യാൻ. നമ്മൾ ഇനി കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള ഈ പാറ്റേൺ വെച്ചിട്ട് വേണം നമുക്ക് ഫ്രണ്ടിലേക്കും ബാക്കിലേക്കുള്ള പീസ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിന് വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ ക്ലോത്ത് എടുക്കുന്നുണ്ട്. ക്ലോത്ത് 2.5 മീറ്റർ, അതായത് ക്ലോത്തിന്റെ ലെങ്ത് എന്ന് പറയാൻ 2.5 മീറ്റർ ഉണ്ട്. വിഡ്ത്ത് കുറവായിരിക്കും, കാരണം വിഡ്ത്തിന്റെ ഭാഗത്ത് നമ്മൾ 2 ലെയർ ഓൾറെഡി കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പൊ ബാലൻസ് വന്നിട്ടുള്ള ക്ലോത്തിന്റെ ഒരു ഭാഗം ഇതേപോലെ എടുക്കുക. എന്നിട്ട് അതിനെ മടക്കിയിടുക. മടക്കിയിടുന്ന സമയത്ത് നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പാറ്റേണിന്റെ വിഡ്ത്ത് കറക്റ്റ് കിട്ടുന്ന രീതിയിൽ മടക്കിയിടുക കേട്ടോ. നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ മടക്കിയിടുക. എന്നിട്ട് അതിന്റെ മുകളിൽ പാറ്റേൺ വെച്ച് കൊടുക്കുക. ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും വേണ്ടിയിട്ട് 2 പീസ് ഇതേപോലെ കട്ട് ചെയ്തെടുക്കുക. ഇവിടെ ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും ഒരേപോലെയാണ് നമ്മൾ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. കാരണം നെക്കിന്റെ ഭാഗത്ത് നമ്മൾ ഡിഫറൻസ് ഒന്നും കൊടുത്തിട്ടില്ല. അതുപോലെ തന്നെ ആം ഹോൾ കുഴിച്ചിട്ടൊന്നും കട്ട് ചെയ്തിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും സെയിം ഒരേപോലെയാണ് ഉണ്ടാവുക കേട്ടോ. ഇനി ബാക്കി ബാലൻസ് വന്നിട്ടുള്ള ക്ലോത്തിനെ ഇതേപോലെ 4 മടക്കി ഇട്ട് കൊടുക്കുന്നുണ്ട്. 4 മടക്കി ഇടുന്ന സമയത്ത് നമുക്ക് 17 ഇഞ്ച് വിഡ്ത്തും 25 ഇഞ്ച് ലെങ്ത്തും ആണ് കിട്ടുന്നത്. 25 ഇഞ്ച് ലെങ്ത് എന്ന് പറയുമ്പോൾ അതിൽ 1 ഇഞ്ച് സീം അലവൻസിന് വേണ്ടിയിട്ട് പോകും. ബാക്കി 24 കിട്ടുക. സ്കേർട്ട് പോർഷനും യോക്ക് പോർഷനും തമ്മിൽ ജോയിൻ ചെയ്യുന്ന ഭാഗത്ത് നിങ്ങൾക്ക് പ്ലീറ്റ്സ് കൊടുക്കാനാണ് താല്പര്യം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിനെ അങ്ങനെ ഫ്രീ ആയിട്ട് വിടാം. അതായത് നമ്മൾ 4 മടക്കിയിട്ടിട്ടുള്ള പീസിന്റെ സെന്റർ കട്ട് ചെയ്തിട്ട് ഒരു പീസ് ഫ്രണ്ടിലേക്കും ഒരു പീസ് ബാക്കിലേക്കും എടുത്തിട്ട് അതിനെ പ്ലീറ്റ്സ് ഇട്ട് കൊടുത്താൽ മതി. ഇവിടെ അത്യാവശ്യം വണ്ണുള്ള ആളായതുകൊണ്ട് തന്നെ ആ സെന്റർ പോർഷനിൽ പ്ലീറ്റ്സും കൂടി വരുമ്പോൾ ആ വണ്ണം ഒന്നും കൂടി എടുത്ത് അറിയുന്നുള്ളത് കൊണ്ട് നമ്മൾ പ്ലീറ്റ്സ് ഇട്ടിട്ടല്ല കൊടുക്കുന്നത്. എ-ലൈൻ മോഡലിലാണ് കട്ട് ചെയ്യുന്നത്. എന്നിട്ട് താഴെ വരുന്ന ലെയറിലാണ് നമ്മൾ നിറയെ പ്ലീറ്റ്സ് കൊടുക്കുന്നത് കേട്ടോ. നേരത്തെ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള യോക്ക് പീസ് എടുക്കുക. അതിനെ അതേപോലെ 2 മടക്കി കൊടുക്കുക. ഫോൾഡഡ് ആയിട്ടുള്ള ഭാഗത്ത് വെച്ച് കൊടുക്കുക. ആ യോക്കിന്റെ കറക്റ്റ് അളവൊന്ന് അടയാളപ്പെടുത്തി കൊടുക്കുക. എന്നിട്ട് അവിടുന്ന് നേരെ താഴോട്ടേക്ക് മാക്സിമം വിഡ്ത്ത് കിട്ടുന്ന രീതിയിൽ എ-ലൈനിലൊക്കെ വരയ്ക്കുന്നത് പോലെ വരച്ചു കൊടുക്കുക. താഴേന്ന് ഇതേപോലെ മുകളിലേക്ക് ഒരു 2 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഞാനൊന്ന് ചരിച്ച് വരയ്ക്കുന്നത്. എന്നിട്ട് ഇതേപോലെ ചരിച്ച് വരയ്ക്കുക. വരച്ച പ്രകാരം കട്ട് ചെയ്തെടുക്കുക. 2.5 മീറ്റർ ആണ് നമ്മൾ ക്ലോത്ത് എടുത്തതെന്ന് പറഞ്ഞു. നമ്മൾ ആ ക്ലോത്ത് മൊത്തം യൂസ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഈ എ-ലൈൻ ആയിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ ബാലൻസ് വന്നിട്ടുള്ള കുറച്ച് പീസും അതുപോലെ തന്നെ നമ്മൾ യോക്ക് കട്ട് ചെയ്തപ്പം ബാലൻസ് വന്നിട്ടുള്ള കുറച്ച് പീസുമാണ് ഉള്ളത്. അതിൽ നിന്ന് നമ്മൾ ഇതേപോലെ 2 സ്ട്രൈറ്റ് പീസ് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. നമുക്ക് സ്ട്രാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. ബാക്കി നമ്മൾ ക്രോസ് പീസ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. 2 ഇഞ്ച് വിഡ്ത്തിൽ 15 ഇഞ്ച് ലെങ്ത്തിൽ ഞാൻ ഇതേപോലെ 2 പീസ് സ്ട്രാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ ഇവിടെ ചെയ്യുന്ന സമയത്ത് അഡ്ജസ്റ്റബിൾ സ്ട്രാപ്പ് ആയിട്ടാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇത്രയും ലെങ്ത് എടുത്തത്. നിങ്ങൾ എടുക്കുന്ന സമയത്ത് അഡ്ജസ്റ്റബിൾ ആയിട്ട് ചെയ്യുകയാണെങ്കിൽ മാത്രം അത്യാവശ്യം ലെങ്ത് എടുക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ കറക്റ്റ് അളവ് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ ഡ്രസ്സിന് ലെങ്ത് ആയിട്ട് ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും 6 ഇഞ്ചാണ് കൊടുത്തിട്ടുള്ളത്. 6 ഇഞ്ച് എന്നുള്ളത് ഞാൻ കൊടുത്ത അളവാണ്. നിങ്ങൾ എത്രയാണോ കൊടുക്കണമെന്ന് വെച്ചാൽ ആ അളവ് എടുക്കുക. അപ്പൊ ആ 6 ഇഞ്ച് എന്ന് പറയുന്നത് ഫ്രണ്ടിലേക്ക് മാത്രമാണ്. ബാക്കിലേക്കും കൂടി വരുമ്പോൾ 12 ഇഞ്ചാണ് വരിക. അതിന്റെ കൂടെ 1 ഇഞ്ച് സീം അലവൻസും കൂടി ചേർത്ത് 13 ഇഞ്ച് ലെങ്ത്തിൽ വേണം കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അഡ്ജസ്റ്റബിൾ ആയിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മാത്രം എക്സ്ട്രാ ലെങ്ത് എടുക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ കറക്റ്റ് ലെങ്ത്തിന്റെ കൂടെ ഒരു 1 ഇഞ്ച് സീം അലവൻസ് ചേർത്തെടുക്കുക. നിങ്ങൾ എത്രയാണോ കൊടുത്തതെന്ന് വെച്ചാൽ അതിന്റെ കൂടെ ഒരു 1 ഇഞ്ച് സീം അലവൻസ് ചേർത്തിട്ട് എടുക്കുക. ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. ഇതേപോലെ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ ഈ ഒരു പീസിനെ നമ്മൾ 3 മടക്കി കൊടുക്കുക. 3 മടക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഇവിടെ അഡ്ജസ്റ്റബിൾ ആയിട്ടാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ആ എടുക്കുന്ന ഹൂക്കിന്റെ ഉള്ളിലൂടെ കടന്ന് കിട്ടുന്ന ആ ഒരു തിക്നെസ്സിൽ വേണം എടുക്കാൻ വേണ്ടിയിട്ട്. നിങ്ങൾ അങ്ങനെയല്ല ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി തിക്നെസ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി തിക്നെസ് കൂട്ടിയെടുക്കാം. അപ്പൊ ഇതുപോലെ ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ ഒരു ഹൂക്കിന്റെ ഉള്ളിലൂടെ കടന്ന് കിട്ടുന്ന രീതിയിൽ വേണം നമ്മൾ തിക്നെസ് എടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പൊ ആ ഒരു തിക്നെസ്സിൽ ഞാൻ ഇതേപോലെ മടക്കിയിട്ട് ഇതിനെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. 2 പീസും ഇതേപോലെ ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു ഭാഗം ഇതേപോലെ ഈ റൗണ്ട് ആയിട്ടുള്ള ഷേപ്പിന്റെ ഉള്ളിലൂടെ കടത്തിയെടുത്തിട്ട് അവിടെ ഒന്ന് ഇതേപോലെ ലോക്ക് ഇട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഭാഗം ഈ അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ളതിന്റെ ഉള്ളിൽ നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് എങ്ങനെയാന്നുള്ളത് നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ അതാണ് നമ്മൾ യൂസ് ചെയ്യുന്ന ബ്രാ ഇല്ലേ, ബ്രാന്റെ സ്ട്രാപ്പ് നോക്കിയാൽ മതി. അപ്പൊ അത് എങ്ങനെയാണ് ഇട്ട് കൊടുക്കേണ്ടതെന്ന് നമുക്ക് മനസ്സിലാവും കേട്ടോ. ചിലപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുമ്പോൾ മനസ്സിലാവുണ്ടാവില്ല. അതുകൊണ്ടാണ് പറയുന്നത്. നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന ബ്രാ എടുക്കുക. അപ്പൊ അതിന്റെ അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള സ്ട്രാപ്പ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് മനസ്സിലാവും. 2 പീസും ഇതേപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മെയിൻ ക്ലോത്ത് എടുക്കാം. മെയിൻ ക്ലോത്ത് എടുത്തിട്ടുണ്ട്. ആദ്യം മെയിൻ ക്ലോത്തിന്റെ ആ സെന്റർ ആയിട്ടുള്ള ഭാഗം, അതായത് നമ്മൾ നെക്കിന് വിടുത്തായിട്ട് കട്ട് ചെയ്തിട്ടുള്ള ഭാഗം, അവിടെ സ്ട്രെയിറ്റ് പീസ് മതി. സ്ട്രെയിറ്റ് പീസ് വെച്ചിട്ട് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്യാം. മെയിൻ ക്ലോത്തിന്റെ ചീത്ത ഭാഗമാണ് എടുത്തിരിക്കുന്നത്. ചീത്ത ഭാഗത്തിന്റെ മുകളിലായിട്ട് നമ്മൾ കട്ട് ചെയ്തിട്ടുള്ള സ്ട്രെയിറ്റ് പീസ് വെച്ച് കൊടുക്കുക. 2 ഇഞ്ച് വിടുത്തുള്ള പീസാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. കുഞ്ഞു കുഞ്ഞു കട്ട് കൊടുക്കുക. എന്നിട്ട് മറിച്ചിട്ടടിക്കുക. മറിച്ചടിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്ട്രാപ്പിന് എത്രയാണോ തിക്നെസ് കൊടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ
അതേ തിക്നെസ് മെയിൻറ്റെയിൻ ചെയ്യുന്ന രീതിയിൽ മറിച്ചിട്ടടിക്കുക. അപ്പോഴാണ് കാണുമ്പോൾ കാഴ്ചയിൽ ഭംഗി ഉണ്ടാവുക കേട്ടോ. ഇതുപോലെ നമ്മൾ ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും ഉള്ള പീസിന്റെ ആ നെക്കിന്റെ ഭാഗം ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആം ഹോളിന്റെ ഭാഗത്തേക്ക് വരാം. ആം ഹോളിന്റെ ഭാഗത്തും സെയിം ഇതേപോലെ തന്നെ ബാക്ക് സൈഡിൽ വെച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. ക്രോസ് പീസ് തന്നെ എടുക്കണം കേട്ടോ. ആം ഹോളിന്റെ ഭാഗം സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ക്രോസ് പീസ് തന്നെ നിർബന്ധമായിട്ടും വേണം. എന്നിട്ട് ചീത്ത ഭാഗത്ത് ക്രോസ് പീസ് വെച്ചിട്ട് നമ്മൾ ആ ആം ഹോളിന്റെ ഷേപ്പ് അതേപോലെ സ്റ്റിച്ച് ചെയ്യുക. സ്റ്റിച്ച് ചെയ്യുമ്പോൾ കുറച്ച് ക്ലോത്ത് എക്സ്ട്രാ വെച്ചിട്ട് ബാക്കി എക്സ്ട്രാ ക്ലോത്ത് ഉണ്ടെങ്കിൽ അതിനെ കട്ട് ചെയ്യുക. കുറച്ച് ക്ലോത്ത് മുകളിലേക്ക് എക്സ്ട്രാ വെക്കണം കേട്ടോ. എന്നിട്ട് കുഞ്ഞു കുഞ്ഞു കട്ട് കൊടുക്കുക. കുഞ്ഞു കുഞ്ഞു കട്ട് കൊടുത്തിട്ട് ഇതിനെ നല്ല ഭാഗത്തേക്ക് മറിച്ചെടുക്കുക. ക്ലോത്ത് മുകൾ ഭാഗത്തേക്ക് വെച്ചിട്ട് നമ്മൾ മടക്കിയിട്ട് തയ്ക്കുക. മടക്കി തയ്ച്ചതിന് ശേഷം നമ്മൾ മുകളിലേക്ക് എക്സ്ട്രാ കുറച്ച് ക്ലോത്ത് വെച്ചിട്ടുണ്ടല്ലോ, അതായത് ആ ക്രോസ് പീസിന്റെ ഭാഗം കുറച്ച് വെച്ചിട്ടുണ്ട്. അതിന്റെ ഉള്ളിലേക്ക് നമ്മൾ നേരത്തെ സ്ട്രാപ്പ് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഒരു റൗണ്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ റൗണ്ട് ഇട്ട് കൊടുത്തിട്ട് ഇതിനെ ഉള്ളോട്ടേക്ക്, ഫ്രണ്ടിലെ ഭാഗത്തേക്കല്ല ബാക്കിലെ ഭാഗത്തേക്ക് വരുന്ന രീതിയിൽ ഉള്ളോട്ടേക്ക് മടക്കിയിട്ട് അവിടെ നിന്ന് ലോക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. സ്ക്രീനിൽ നന്നായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഞാൻ പറഞ്ഞിട്ട് മനസ്സിലായില്ലെങ്കിലും സ്ക്രീനിൽ നന്നായിട്ട് കാണിക്കുന്നുണ്ട്. നന്നായിട്ട് സ്ക്രീനിൽ ശ്രദ്ധിക്കുക. സെയിം ഇതേപോലെ തന്നെ നിങ്ങൾ ഓപ്പോസിറ്റ് ഭാഗത്തും ചെയ്തെടുക്കുക. ഇപ്പൊ നമ്മൾ ചെയ്തെടുത്തിരിക്കുന്നത് ഫ്രണ്ടിലെ പീസാണ്. ഇനി ബാക്കിലെ ഭാഗം ചെയ്യുന്ന സമയത്ത് നേരത്തെ ചെയ്തതുപോലെ തന്നെ ക്രോസ് പീസ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. കുഞ്ഞു കുഞ്ഞു കട്ട് കൊടുക്കുക. അതിനെ മറിച്ചെടുക്കുക. നേരത്തെ ചെയ്ത പോലെ ക്രോസ് പീസ് ഒരുപാടൊന്നും വെക്കേണ്ട, കുറച്ച് മാത്രം വെച്ചിട്ട് എക്സ്ട്രാ ക്ലോത്ത് ഉണ്ടെങ്കിൽ കട്ട് ചെയ്യുക. ഈ കുറച്ച് വെച്ചിട്ടുള്ള ഭാഗം ആദ്യം ഒന്ന് ഉള്ളോട്ടേക്ക് മടക്കി കൊടുക്കുക. മടക്കി കൊടുത്തിട്ട് അതിന്റെ മുകളിലായിട്ട് നമ്മൾ നേരത്തെ സ്റ്റിച്ച് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള ഫ്രണ്ടിലെ പീസ് വെച്ചു കൊടുക്കുക. ഫ്രണ്ടിലെ പീസിൽ ആ സ്ട്രാപ്പ് ഉണ്ടല്ലോ, അതിന്റെ കണ്ടിന്യൂഷൻ ആണല്ലോ ഇതിലേക്ക് വരിക. ആ സ്ട്രാപ്പ് ഇതിലേക്ക് വെച്ചു കൊടുക്കുക. വെച്ചു കൊടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കുക, ഫ്രണ്ടിലെ പീസിന്റെ നല്ല വശം ബാക്കിലെ പീസിലെ നല്ല വശം ഒക്കെ ഒരേപോലെയാണോ വരുന്നത് എന്നുള്ളത് നോക്കുക. അതുപോലെ തന്നെ സ്ട്രാപ്പ് തിരിഞ്ഞു പോവാണ്ട് നന്നായിട്ട് പിടിച്ചിട്ട് വേണം വെച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. സ്ട്രാപ്പ് ഇതിന്റെ ഉള്ളിലേക്ക് വെച്ചു കൊടുത്തിട്ട് ആ ക്രോസ് പീസിന്റെ ഭാഗം ആദ്യം ഒരു മടക്ക് മടക്കിയിട്ട് ഈ സ്ട്രാപ്പും കൂടി ചേർത്തിട്ട് കൊള്ളുന്ന രീതിയിൽ മടക്കിയിട്ട് നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്യുക. അവിടെ ലോക്ക് ഇട്ട് കൊടുക്കുക. അഡ്ജസ്റ്റബിൾ ആയിട്ട് ചെയ്യുന്നത് കൊണ്ടാണ് എനിക്ക് ഫ്രണ്ടിൽ ആ റിംഗ് ഒക്കെ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഉണ്ടായിരുന്നത്. അപ്പൊ നിങ്ങൾ അഡ്ജസ്റ്റബിൾ ആയിട്ടല്ല ചെയ്യുന്നത് എന്നുണ്ടെന്നുണ്ടെങ്കിൽ, കറക്റ്റ് അളവിലാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ബാക്കിലേക്ക് ചെയ്തതുപോലെ തന്നെ വേണം ഫ്രണ്ടിലേക്കും ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. അതല്ലാന്നുണ്ടെങ്കിൽ പിന്നെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ക്രോസ് പീസ്, അതായത് അത്യാവശ്യം ലെങ്ത് ഉള്ള ഒരു ക്രോസ് പീസ് എടുത്തിട്ട് ഒരു ആം ഹോളിന്റെ ഭാഗം മുതൽക്ക് അടുത്ത ആം ഹോളിന്റെ ഭാഗം വരെ ആ സ്ട്രാപ്പിന്റെ ലെങ്ത്തും കൂടി അഡ്ജസ്റ്റ് ചെയ്ത് കണക്കാക്കിയിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്താലും മതി. എല്ലാം ഒരേപോലെയാണ് വരിക കേട്ടോ. രണ്ട് ഭാഗവും ഇതേപോലെ സ്ട്രാപ്പ് ഒക്കെ കൊടുത്ത് ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. യോക്ക് പാർട്ട് നമ്മൾ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഈ യോക്കിലേക്ക് സ്കേർട്ട് അറ്റാച്ച് ചെയ്യാം. ഞാൻ ഫസ്റ്റിലേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾ പ്ലീറ്റ്സ് കൊടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു സമയത്ത് പ്ലീറ്റ്സ് കൊടുത്തെടുക്കുക. നമ്മളിവിടെ പ്ലീറ്റ്സ് അല്ല കൊടുക്കുന്നത്. ഫ്രണ്ടിലെ പീസിന്റെ നല്ല വശത്തിന്റെ മുകളിലായിട്ട് നമ്മൾ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള സ്കേർട്ട് പീസിന്റെ നല്ല വശം വെച്ച് കൊടുക്കുക. സ്ട്രെയിറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്യുക. ഡബിൾ സ്റ്റിച്ച് കൊടുക്കാൻ മറക്കണ്ട കേട്ടോ. സെയിം ഇതേപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡും ചെയ്തെടുക്കുക. നമ്മൾ നേരത്തെ 2 ലെയർ നമുക്ക് താഴേക്ക് പ്ലീറ്റ്സ് ഇടാൻ വേണ്ടിയിട്ട് കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ഒരു ലെയർ എടുത്തിട്ടുണ്ട്. അതിന്റെ താഴ്ഭാഗം ഇതേപോലെ രണ്ടാക്കിയിട്ടൊന്ന് മടക്കി തയ്ക്കുന്നുണ്ട്. ഇനി അതിനുശേഷം നിങ്ങൾക്ക് കുഞ്ഞു കുഞ്ഞു പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാനാണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ കുഞ്ഞു കുഞ്ഞു പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാം. അതല്ല ഇനി അത്യാവശ്യം വലിയ പ്ലീറ്റ്സ് ആണ് ഇട്ട് കൊടുക്കണമെങ്കിൽ വലിയ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാം. ഇനി അതും അല്ലെങ്കിൽ ഞാൻ ചെയ്തതുപോലെ ഒരു ലോങ് സ്റ്റിച്ച് കൊടുത്തിട്ട് അതിനെ കുഞ്ഞു കുഞ്ഞു ഗാദേഴ്സ് ആക്കി കൺവേർട്ട് ചെയ്യാനാണ് താല്പര്യം എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പൊ ഞാനിവിടെ ഗാദേഴ്സ് ആക്കി എടുത്തിരിക്കുകയാണ്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് പ്ലീറ്റ്സ് കിട്ടുന്നുണ്ട്. കാരണം നമ്മൾ 2.5 മീറ്റർ മുഴുവനായിട്ട് ഫ്രണ്ടിലേക്കും 2.5 മീറ്റർ മുഴുവനായിട്ട് ബാക്കിലേക്കും എടുത്തതുകൊണ്ട് തന്നെ ഇനി ഇതിനെ നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. നമ്മൾ നേരത്തെ സ്റ്റിച്ച് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള ഡ്രസ്സ് എടുക്കുക. ഡ്രസ്സിന്റെ നല്ല വശത്തിന്റെ മുകളിലായിട്ട് നമ്മൾ ഈ കൺവേർട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ലെയറിന്റെ നല്ല വശം വേണം വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. വെച്ച് കൊടുത്തിട്ട് നമ്മൾ താഴ്ഭാഗം നമ്മൾ ചെരിച്ച് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ഒരു ഷേപ്പ് അതേപോലെ മെയിൻറ്റെയിൻ ചെയ്യുന്ന രീതിയിൽ നമ്മൾ ഈ ലെയർ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതും ഈ പറഞ്ഞ പോലെ തന്നെ ഡബിൾ സ്റ്റിച്ച് കൊടുക്കുക കേട്ടോ. ഇതിനെ നിവർത്തിയെടുക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും നല്ല രീതിയിൽ നമുക്ക് പ്ലീറ്റ്സ് കിട്ടുന്നുണ്ട്. കുറച്ച് വണ്ണമുള്ള ആളായതുകൊണ്ടാണ് നമ്മൾ താഴേക്ക് ഈ പ്ലീറ്റ്സ് മാക്സിമം കൊണ്ടുവന്നിട്ട് ആ സെന്ററിൽ പ്ലീറ്റ്സ് കൊടുക്കാതിരുന്നത് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് സെന്ററിലാണ് കൊടുക്കാൻ താല്പര്യം എന്നുണ്ടെങ്കിൽ സെന്ററിൽ ഒറ്റ ലെയർ ആയിട്ട് നല്ല പ്ലീറ്റ്സ് കൊടുത്താൽ മതി. ഇനി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ അളവ് പ്രകാരം സൈഡ് ജോയിൻ ചെയ്തെടുക്കുക എന്നുള്ളതാണ് ചെയ്യാനുള്ളത്. അത് നിങ്ങൾ ചെയ്തെടുക്കുക. ഇതാണ് ഫൈനൽ ലുക്ക്. ടീഷർട്ടിന്റെ കൂടെ പെയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഷോൾഡർ സ്ട്രാപ്പ് ആയിട്ടുള്ള ഡ്രസ്സ് ചെയ്യാനായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എക്സൽ സൈസുള്ള ആളുടെ അളവിലാണ് നമ്മൾ ഈ ഒരു ഡ്രസ്സ് ചെയ്തെടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഈ ഒരു ഡ്രസ്സ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക് യു ഫോർ വാച്ചിങ്. ലവ് യു ഓൾ.